ലീഗൽ പ്രസത്തിലേക്ക് സ്വാഗതം. വിലയാധാരം എഴുതി പെട്ടിയിൽ വെച്ചതുകൊണ്ട് ഭൂമിയുടെ ഉടമയാകണമെന്നില്ല. അതാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പുറപ്പെടുവിച്ച സുപ്രധാന വിധിയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയാം. ഭൂമിയുടെ ഉടമസ്ഥത തീരുമാനിക്കുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ കൃത്യമായ മറുപടി പറയാൻ കഴിയില്ല. ലാൻഡഡ് പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥത നിർണ്ണയിക്കുന്നത് കാതലായ 10ഓളം നിയമങ്ങളാണെങ്കിലും ഇതുകൂടാതെ മറ്റ് 70ഓളം നിയമങ്ങൾ ഭൂമിയുടെ അവകാശം നിർണ്ണയിക്കുന്നതിൽ ഒളിഞ്ഞും തെളിഞ്ഞും പങ്കുവഹിക്കുന്നുണ്ട്. ഇതൊക്കെ സാധാരണക്കാർക്ക് എങ്ങനെ മനസ്സിലാകും? അതുപോലെ ഈ നിയമങ്ങളെല്ലാം നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചാൽ ദാ ഇവിടെ നിന്ന് കിട്ടും. ഇതാണ് കേരളത്തിലെ ഭൂനിയമങ്ങളുടെ റഫറൻസ് ഗ്രന്ഥം. 1800-ലധികം പേജുകൾ, ഹാർഡ് ബൗണ്ട് എഡിഷൻ, 2026. ഇത് പ്രസിദ്ധീകരിക്കുന്നത് തിരുവനന്തപുരം സുകുമാർ ബുക്സ് ആണ്. കേരളത്തിലെ ഭൂനിയമങ്ങൾ എന്ന ലളിതമായ പുസ്തകമാണ് ഇത് മലയാളത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സുപ്രധാന കേസുകൾ വിശദമായി തന്നെ ചേർത്തിട്ടുണ്ട്. ഇത് നിയമം കൈകാര്യം ചെയ്യുന്നവർക്കും നിയമം അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും അത്യാവശ്യമായി കരുതി വയ്ക്കാവുന്ന ഒരു നല്ല റഫറൻസ് ഗ്രന്ഥമാണ്. കുട്ടികൾക്കും ഭാവിയിൽ പ്രയോജനപ്പെടും. ഇത് ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അവർ പുസ്തകം വീട്ടിലെത്തിച്ചു തരും. വില നൽകണം. ഇനി വസ്തുവിൽ അവകാശ തർക്കങ്ങളില്ലാതെ സമാധാനമായി മുന്നോട്ട് പോകാം. കേരള ഭൂനിയമങ്ങൾ. നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. 1 ഏക്കർ ഭൂമിയാണ് നമ്മുടെ ഈ കേസിലെ പ്രോപ്പർട്ടി. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരേ പ്രോപ്പർട്ടി 2 വ്യത്യസ്ത ആൾക്കാർ വിൽപ്പന നടത്തുകയാണ്. ഒരു പ്രോപ്പർട്ടി 2 ഉടമസ്ഥർ. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. ഇവിടെ ആദ്യത്തെ ഉടമയ്ക്ക് സർവ്വമുക്തിയാർ പ്രകാരമാണ് ഭൂമി ലഭിക്കുന്നത്. ഭൂമിയുടെ ആദ്യകാലത്തെ യഥാർത്ഥ ഉടമയാണ് സർവ്വമുക്തിയാർ എഴുതി നൽകിയത്. ആ മുക്തിയാർ ലഭിച്ചയാളാണ് പിന്നീട് ഭൂമി കൈമാറ്റം നടത്തുന്നത്. ഇദ്ദേഹത്തെ ഇറിവോക്കബിൾ പവർ ഓഫ് അറ്റോർണി വഴി അവകാശം ലഭിച്ച ഉടമയാണ് എന്ന് പറയാം. അദ്ദേഹം ഈ പവർ ഉപയോഗിച്ച് സ്ഥലം വിൽപ്പന നടത്തുകയാണ്. അങ്ങനെ സ്ഥലം വാങ്ങിയ കക്ഷി സെയിൽ ഡീഡ് പ്രകാരം ലഭിച്ച സ്ഥലം അയാളുടേതാണെന്ന് കരുതി സമാധാനിച്ച് ഇരിക്കുകയാണ്. ഭൂമിയുടെ യഥാർത്ഥ ഉടമ പിന്നീട് മരണപ്പെടുന്നുണ്ട്. ഇതിലെ രണ്ടാമത്തെ അവകാശി എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടിയുടെ യഥാർത്ഥ ഉടമ മരണപ്പെടുന്നത് വഴി അവകാശം കിട്ടിയ അനന്തരാവകാശികളാണ്. ഈ അനന്തരാവകാശികൾ ഈ സ്ഥലം മറ്റൊരാൾക്ക് വിൽക്കുകയാണ്. അവിടെ സെയിൽ ഡീഡ് വഴി വാങ്ങിയ ഉടമ ആ സ്ഥലം അദ്ദേഹത്തിന്റെ മകൾക്ക് പിന്നീട് ഇഷ്ടദാനമായി നൽകുകയാണ്. ശരിക്കും 1 ഏക്കർ സ്ഥലം 2 രീതിയിൽ വിൽപ്പന നടത്തുകയാണ്. ഇതിൽ ഏത് നിലനിൽക്കും, ഏത് പരാജയപ്പെടും? ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ ഓർത്തു വയ്ക്കുക. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രസക്തമായ 2 നിയമകാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാനാകും. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേ DC. വസ്തുവിൻ്റെ യഥാർത്ഥ ഉടമ ഒരു പവർ ഓഫ് അറ്റോർണി എഴുതുന്നത് മുതലുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. 4/4/1986 ഈ പവർ ഓഫ് അറ്റോർണി എക്സിക്യൂട്ട് ചെയ്യുന്നത്. പവർ ഓഫ് അറ്റോർണി എന്ന് വെച്ചാൽ ഒരാളുടെ അവകാശം പൂർണ്ണമായോ ഭാഗികമായോ വിനിയോഗിക്കാൻ മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. അത് പിൻവലിക്കാനാവാത്ത തരം സർവ്വമുക്തിയാറാണ്. ഇറിവോക്കബിൾ പവർ ഓഫ് അറ്റോർണി. അതേ ദിവസം തന്നെ ആ സർവ്വമുക്തിയാർ ഉപയോഗിച്ച് ഒരു വസ്തു വിൽപ്പന കരാർ തയ്യാറാക്കുകയാണ്. വിൽപ്പന കരാർ രജിസ്റ്റർ ചെയ്തതല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. യഥാർത്ഥ ഉടമ 30/1/1997 മരണപ്പെടുകയാണ്. പവർ ഓഫ് അറ്റോർണി ഹോൾഡർ തൻ്റെ അധികാരം വിനിയോഗിച്ച് 1/4/1998 വസ്തു വിൽപ്പന നടത്തുകയാണ്. ശ്രദ്ധിക്കണം, ഇറിവോക്കബിൾ പവർ ഓഫ് അറ്റോർണി എഴുതിയത് 4/4/1986. വിൽപ്പന നടക്കുന്നത് 1/4/1998. ഉടമ മരണപ്പെടുന്നത് 30/1/1997. ഉടമ മരണപ്പെടുന്നതിന് മുൻപേ തന്നെ ഒരു വിൽപ്പന കരാർ പവർ ഓഫ് അറ്റോർണി വെച്ച് എഴുതിയിട്ടുണ്ട്. അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഉടമ മരണപ്പെട്ടത് അറിഞ്ഞുകൊണ്ട് ഉടമയുടെ ലീഗൽ എയേഴ്സ് രംഗത്ത് വരികയാണ്. ഈ ലീഗൽ എയേഴ്സ് ഇതേ പ്രോപ്പർട്ടി തന്നെ അവകാശികളെന്ന അധികാരം വെച്ച് മറ്റൊരാൾക്ക് വിൽക്കുകയാണ്. അപ്രകാരം സ്ഥലം ലഭിച്ചയാൾ 29/3/2003 അതേ ഭൂമി വീണ്ടും വിൽക്കുകയാണ്. ഇപ്രകാരം സെയിൽ ഡീഡ് വഴി സ്ഥലം ലഭിച്ചയാൾ ആ സ്ഥലം 6/12/2004 മകൾക്ക് ധനനിശ്ചയമായി രജിസ്റ്റർ ചെയ്ത് നൽകുകയാണ്. ഇങ്ങനെ കൈമാറ്റം രജിസ്റ്റർ ചെയ്തെങ്കിലും ശരിക്കും ലീഗൽ എയേഴ്സിന്റെ അടുക്കൽ നിന്നും പ്രോപ്പർട്ടി വാങ്ങിയ ആൾക്കാർ സ്യൂട്ട് പ്രോപ്പർട്ടി സന്ദർശിക്കുന്നത് 3 വർഷം കഴിഞ്ഞ് 2/1/2007
അപ്പോഴാണ് സ്യൂട്ട് പ്രോപ്പർട്ടി മറ്റു ചിലർ കൈവശം വെച്ചിരിക്കുന്നത് കാണുന്നത്. അങ്ങനെ ലീഗൽ എയേഴ്സിൽ നിന്നും സ്ഥലം വിലയ്ക്ക് വാങ്ങിയ ആൾ നേരെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകയാണ്. പോലീസ് എതിർഭാഗത്തുള്ളവരെ വിളിച്ച് കാര്യം അന്വേഷിച്ചു. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ തർക്കം ഒത്തുതീർപ്പിൽ എത്തിക്കാനായില്ല. സിവിൽ മാറ്ററുകളിൽ പോലീസിന് ഇടപെടുന്നതിൽ പരിമിതികളുണ്ട്. അങ്ങനെ വിഷയം സിവിൽ കോടതിയിലേക്ക് പോകുകയാണ്. അവകാശികളിൽ നിന്നും വിലയായി ഭൂമി വാങ്ങിയവർ സിവിൽ കോടതിയെ സമീപിച്ച് കൈവശം പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനും പവർ ഓഫ് അറ്റോർണി വഴി വസ്തു ലഭിച്ച ആളുണ്ടല്ലോ, അയാൾ ആ പ്രോപ്പർട്ടിയിലേക്ക് കടന്നു വരുന്നത് തടയുന്നതിനും വേണ്ടി ഒരു വ്യവഹാരം ഫയൽ ചെയ്യുകയാണ്. അപ്പോൾ പവർ ഓഫ് അറ്റോർണി വഴി അവകാശം ലഭിച്ച ആൾ ലീഗൽ എയേഴ്സിന്റെ കയ്യിൽ നിന്നും ലഭിച്ച വിലയാധാരവും അതിനുശേഷം നടന്ന ധനനിശ്ചയാധാരവും റദ്ദ് ചെയ്ത് കിട്ടുന്നതിനായി ഒരു കൗണ്ടർ സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സിവിൽ കോടതി ഈ രണ്ട് സ്യൂട്ടുകളും ഒരുമിച്ച് കേൾക്കുകയും 21/6/2014 തീർച്ചപ്പെടുത്തുകയും ചെയ്തു. വിധി ഇങ്ങനെയായിരുന്നു. അനന്തര അവകാശികളിൽ നിന്നും വിൽപ്പന ആധാരം വഴി ഭൂമി ലഭിച്ചയാൾക്ക് അനുകൂലമായ രീതിയിൽ ഇഞ്ചക്ഷൻ അനുവദിച്ചു. വിചാരണ കോടതിയുടെ 21/6/2014 വിധിയാണ് ഇത്. ഭൂമിയുടെ ഉടമസ്ഥത അനന്തര അവകാശികളിൽ നിന്നും ഭൂമി വാങ്ങിയവർക്ക് അനുകൂലമായി തീർച്ചപ്പെടുത്തുകയാണ്. അവിടെ സെയിൽ എഗ്രിമെന്റ്, പവർ ഓഫ് അറ്റോർണി എന്നിവ പ്രോപ്പർലി എക്സിക്യൂട്ടഡ് ആണെങ്കിലും അത് നിയമാനുസരണം രജിസ്റ്റർ ചെയ്യപ്പെട്ടതല്ല എന്നതിനാൽ ആ രേഖകൾ നിയമത്തിനു മുന്നിൽ പരാജയപ്പെടുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശരിയായി രജിസ്റ്റർ ചെയ്യണമെന്ന് നിയമം പറയുന്ന രേഖകൾ രജിസ്റ്റർ ചെയ്യാതെ കൈവശം വെച്ചിരുന്നാൽ അത് അസാധുവായി പോകും എന്നതാണ്. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായ വീഡിയോ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ വസ്തു വിൽപ്പന നടക്കുമ്പോൾ അതിന് ഒരു വിൽപ്പന കരാർ എഴുതി തയ്യാറാക്കാറുണ്ട്. അത് പൊതുവെ രജിസ്റ്റർ ചെയ്യാറില്ല. രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പിന്നീട് തർക്കം വന്നാൽ കോടതികളിൽ അത് തെളിവിൽ സ്വീകരിക്കാൻ പ്രയാസമാണ്. ഇവിടെ അനന്തര അവകാശികൾ ചേർന്ന് എഴുതി നൽകിയ വിൽപ്പന ആധാരം നിയമപരമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിരുന്നു. അത് നിയമത്തിനു മുന്നിൽ നിലനിന്നു. എന്നാൽ പവർ ഓഫ് അറ്റോർണിയും വിൽപ്പന കരാറും രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിരുന്നില്ല. അത് പരാജയപ്പെട്ടു. ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഈ വിഷയം നേരെ ഹൈക്കോടതിയിലേക്ക് പോകുകയാണ്. അവിടെയും അനന്തരാവകാശികൾ എഴുതി നൽകിയ വിൽപ്പന ആധാരവും അതിൽ കൂടി വന്ന കൈമാറ്റങ്ങളും നിലനിൽക്കുകയാണ്. വിചാരണ കോടതിയുടെ നിലപാട് തന്നെയാണ് ഹൈക്കോടതിക്ക്. അങ്ങനെയാണ് വിഷയം സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. പവർ ഓഫ് അറ്റോർണി വഴി വന്ന വിൽപ്പന നിലനിൽക്കുമോ എന്നതാണ് കോടതിയുടെ മുന്നിലുള്ള പ്രശ്നം. യഥാർത്ഥ ഉടമയുടെ മരണത്തോടെ പവർ ഓഫ് അറ്റോർണിയും അവസാനിക്കുമെന്നാണ് പൊതുവെ നമ്മൾ കരുതുന്നത്. എന്നുവെച്ചാൽ പ്രിൻസിപ്പൽ മരണപ്പെട്ടാൽ ഏജന്റിന് നിലനിൽപ്പില്ല എന്ന്. ഇവിടെ പ്രിൻസിപ്പൽ 30/1/1997 മരണപ്പെടുകയാണ്. അതിനുശേഷം 1/4/1998 പവർ ഓഫ് അറ്റോർണി വെച്ച് വിൽപ്പന നടത്തുന്നത്. ഇത് നിയമപരമാണോ എന്നതാണ് കാതലായ ചോദ്യം. ഇവിടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 202 കോടതി പ്രത്യേകമായി പരിശോധിക്കുന്നു. അവിടെ പറയുന്നത് ഒരു ഇർറിവോക്കബിൾ പവർ ഓഫ് അറ്റോർണി അത് എഴുതിയ ആളുടെ മരണം കൊണ്ട് അവസാനിക്കുകയില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ഉടമയുടെ മരണശേഷവും പവർ ഓഫ് അറ്റോർണി നിലനിൽക്കുമെന്നാണ്. പക്ഷേ അങ്ങനെ നിലനിൽക്കണമെങ്കിൽ അവിടെ കരാറുകാരനോ ഗുണഭോക്താവിനോ എന്തെങ്കിലും അവകാശമോ ക്ലെയിമോ ആ പവർ ഓഫ് അറ്റോർണി വഴി ഉണ്ടായിരിക്കണം എന്നുണ്ട്. എന്നാൽ ഈ കേസിൽ ഭൂമി വിൽപ്പന നടത്തേണ്ടതിന്റെ ആവശ്യകത അപ്രകാരമുള്ള ഒരു ക്ലെയിം വഴിയാണ് നടത്തിയതെന്ന് വിൽപ്പന ആധാരത്തിൽ പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് സെക്ഷൻ 202ന്റെ പ്രഭാവം ഈ വിൽപ്പന ആധാരത്തിന് ലഭിക്കില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. അങ്ങനെയാണ് പവർ ഓഫ് അറ്റോർണി വഴി നടത്തിയ വിൽപ്പന അസാധുവായത്. ഇവിടെ കോടതിയുടെ കണ്ടെത്തലുകളിൽ പ്രധാനം രജിസ്ട്രേഷനാണ്. സ്ഥാവര സ്വത്തുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് രജിസ്ട്രേഷൻ സുരക്ഷയും നിയമസാധുതയും നൽകുന്നു. രജിസ്റ്റർ ചെയ്യപ്പെട്ട രേഖ നഷ്ടപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്താൽ പോലും രജിസ്ട്രാറുടെ ഓഫീസിൽ അത് ഭദ്രമായിരിക്കും. രജിസ്റ്റർ ചെയ്യപ്പെട്ട രേഖകളുടെ പരസ്യ സ്വഭാവം ഇടപാടുകളെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിവ് നൽകുന്നു. അത് വ്യാജരേഖകളും വഞ്ചനകളും തടയുന്നു. ബാധ്യതാ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കിയാൽ അതിൽ പ്രതിഫലിക്കുന്നു. 1908 രജിസ്ട്രേഷൻ ആക്ടിൽ ചില രേഖകളുടെ രജിസ്ട്രേഷൻ നിർബന്ധിതമാക്കിയിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, രജിസ്റ്റർ ചെയ്ത ഉടമസ്ഥാവകാശം പോലെ തന്നെ പ്രധാനമാണ് കൈവശാവകാശവും. ഉടമസ്ഥത കൈമാറി കിട്ടിയാലും കൈവശാവകാശം കിട്ടിയില്ലെങ്കിൽ ആ വസ്തുവിൽ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാനാവില്ല. അവിടെ കൈവശാവകാശം പുനഃസ്ഥാപിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കൈവശാവകാശമുള്ളവർക്ക് ഇഞ്ചക്ഷൻ ഉത്തരവിന് അപേക്ഷിക്കാനാവൂ എന്ന് കോടതി പറയുന്നുണ്ട്. ഒരു വസ്തു കൈമാറ്റം നടത്തുമ്പോൾ ശരിയായി കൈവശം കൈമാറുകയും അത് പ്രകാരം പോക്കുവരവ് ചെയ്ത് കൈവശം സ്ഥാപിക്കുകയും വേണമെന്ന് നിയമം പറയുന്നു.
ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും പോക്കുവരവ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോളൂ, അവരുടെ ഉടമസ്ഥത തൃശങ്കുവിലാണ്. എത്രയും വേഗം പോക്കുവരവ് പൂർത്തിയാക്കൂ. എത്രയും വേഗം എന്ന് പറഞ്ഞാൽ എത്രയും വേഗം. അവിടെ ചെല്ലുമ്പോൾ ഒരു 15 വർഷത്തെയെങ്കിലും എൻകംഫറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തു വരാൻ പോക്കുവരവ് ഓഫീസർ ആവശ്യപ്പെട്ടുന്നിരിക്കും. കാരണം ഇതിനിടയിൽ ആരെങ്കിലും നമ്മുടെ വസ്തുവിൽ കയറി മറ്റൊരു ആധാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ. രജിസ്ട്രേഷൻ പ്രൈവറ്റ് ഡോക്യുമെന്റുകളെ പബ്ലിക് ഡോക്യുമെന്റുകളാക്കുന്നു, മാലോകർക്കെല്ലാം കാണത്തക്ക വിധം. വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഷെയർ ചെയ്ത് സഹായിച്ചാൽ സന്തോഷം. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പേഴ്സൺ.